ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയ്സ്. അപ്പോൾ ഇത് നമ്മുടെ അഡിലേഡിലേക്കുള്ള യാത്രയുടെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആസ്ട്രേലിയയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ മുകളിലൊക്കെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ആസ്ട്രേലിയയിലേക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ കടമ്പകളാണ് ഇനി കിടക്കാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നേരെ വന്നു. നമ്മുടെ ജസ്റ്റ് ഒരു സ്ക്രീനിങ് ചെക്കൊക്കെ കഴിഞ്ഞു. അതിനാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ഭാഗ്യമൊന്നും ഇല്ലാത്തത്. നമ്മൾ ഡിപ്പാച്ചറിലേക്ക് സ്ട്രെയിറ്റ് പോവാണ്. നമ്മൾ ശ്രീലങ്കയിൽ കാലത്ത് വന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ അത് രാത്രിയായി. നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ നേരത്ത് ആസ്ട്രേലിയക്കുള്ള ഫ്ലൈറ്റല്ലേ പിടിക്കാൻ പോകുന്നത്. ഭയങ്കര സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഒരു നിസ്സാര ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കയറ്റി വിട്ടെ. അയ്യോ, ഇത് എന്ത് പറ്റി എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പം നമ്മൾ മെൽബണിലേക്ക് പോവാണ്. സിമ്പിളായിട്ട് ചെക്ക് ഇൻ ചെയ്തെന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു. ചെക്ക് ഇൻ നോക്കിയിട്ടില്ല കേട്ടോ. ബെൽറ്റും ഷൂവും എല്ലാ സാധനവും നമ്മൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗംഭീര ചെക്കിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മളവിടെ പെട്ടെന്ന് സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞ് വിട്ടത്. ഇവിടെ ഷൂവിൻ്റെ അടിയിലെ മണ്ണും എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് പാസ്സായി മുന്നോട്ട് ചെല്ലുന്നവരുടെ പാസ്പോർട്ട് എടുത്തിട്ട് അതിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് നമ്മൾ നോക്കും. എന്നെ നോക്കി കഴിഞ്ഞിട്ട് എന്നോട് പെട്ടെന്ന് ചോദിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്. ഞാനാണ് ഈ ഉറക്കം തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് തപ്പിപ്പോയി. രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ടായി. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ, സെറ്റായി. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബോർഡിംഗ് ടൈം ആയപ്പോൾ ഞങ്ങൾ പയ്യെ ഫ്ലൈറ്റിലേക്ക് നീങ്ങി. 12 മണിയായി. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. മെൽബണിൽ ചെല്ലുമ്പോൾ കാണാട്ടാ. ഇത് 62A-യും 62C-യും ആണ് കേട്ടോ. ഞങ്ങളാണെങ്കിലാണെങ്കിൽ ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ചെക്കിങ്ങിൽ ചെന്നിട്ട് അവരോട് പറയുന്നതാണ് 62A-യും C-യും ആണ്, ഞങ്ങൾക്ക് A-യും B-യും ഒന്ന് ആക്കി തരുവാണ്. അപ്പം മണ്ടന്മാര് അവര് പറയണ അയ്യോ ഇത് ഫുള്ളി ബുക്ക്ഡാണല്ലോ. ഇവിടെ വന്നപ്പോഴല്ലേ ഇതിൽ B ഇല്ല, ഇവിടെ A C ഉള്ളു. അതാണ് അടുത്തടുത്ത് സീറ്റ് വാങ്ങി രണ്ടിടത്ത് പോയിരിക്കാൻ ചോദിച്ചിട്ട് വന്നിരിക്കുക. കിട്ടാത്ത നന്നായി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ നാട്ടിലെ 12 മണിയുണ്ടോ ആ സമയത്താണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിൽ 9 മണിക്കൂറുണ്ട്. കുറേ നേരം കിടന്നുറങ്ങി, കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. പിന്നെ ഫുഡ് വന്നു, നമ്മൾ ഫുഡ് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടി. പിന്നെ ഇടയ്ക്ക് ഓരോ ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ആസ്ട്രേലിയയുടെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഫുള്ള് വെയിലായി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉറക്കമൊക്കെ പോയി. പിന്നെ ചുമ്മാ സ്ക്രീനിലിരുന്ന് തപ്പിപ്പോൾ കിട്ടിയ സാധനമാണ് കേട്ടോ. അത് നമ്മുടെ പ്ലെയിനിലെ ക്യാമറയാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഈ എയർ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇത് കാണാനുള്ള ഫെസിലിറ്റി ഇല്ല കേട്ടോ. ഇത് ശ്രീലങ്കൻ എയർലൈൻസ് ആണ്. ഇതിൽ നോക്കിയപ്പോൾ ഈ സംഭവം കണ്ടു. ഇതാണെങ്കിൽ നമ്മൾ അഡിലേഡിൻ്റെ മുകളിൽ കൂടെയാണ് പറന്ന് മെൽബണിലേക്ക് പോകുന്നത്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മെൽബണിൽ എത്താറായപ്പോഴേക്കും നമ്മുടെ എയർ ഹോസ്റ്റേഴ്സ് പാസഞ്ചർ കാർഡ് കൊണ്ട് തന്നിട്ടോ. ആസ്ട്രേലിയക്ക് പോകുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കുറേ പേരോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പാസഞ്ചർ കാർഡിൽ എന്തൊക്കെ ചോദ്യങ്ങളാണെന്നും ആ ചോദ്യങ്ങൾക്ക് എന്തൊക്കെ ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വളരെ കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മെൽബണിൽ വന്ന് ലാൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ സാധാരണ നമ്മൾ വിൻഡോയ്ക്കിടെ കാണാറ്, ഈ പ്രാവശ്യം നമ്മൾ ക്യാമറയ്ക്കിടെ തന്നെ കണ്ടേക്കാന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. നേരെ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുന്ന റൺവേ കണ്ടുകൊണ്ട് ചെന്ന് ഇറങ്ങുന്ന ഒരു ഫീൽ കിട്ടിയില്ലേ. നമ്മൾ ഫ്ലൈറ്റിൻ്റെ കൂടെ ഇറങ്ങി അടിപൊളിയായിട്ട് നല്ല വീഡിയോ ആയിട്ട് കാണാൻ കിട്ടിയിട്ടോ. അത് നമ്മൾ നമ്മുടെ ഡിക്ലറേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുന്നതനുസരിച്ചാണ് ബാക്കി ചെക്ക് കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവിടെ ചെക്കൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് കിടന്ന് പോരാൻ പറ്റും. ഇതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മെൽബണിൽ വന്ന് അവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. അത് പുറത്തെത്തിയണ്ട. ഇവിടുന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് വണ്ടി വിളിച്ച് പോകാം. 8 മണിക്കൂറായിട്ടില്ല അട്ലേറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റ് തന്നെ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡിപ്പാച്ചറിൻ്റെ ഇതിലേക്ക് പോകണം. ടെർമിനൽ 3 പോകണം. ടെർമിനൽ 3 ലിഫ്റ്റ് പിടിക്കാൻ വന്നേക്കാണ് ഞങ്ങളിവിടെ. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. ഇനി ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടെന്ന് തോന്നും. നമ്മൾ ഡിപ്പാച്ചർ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗേറ്റ് നമ്പറൊക്കെ കിട്ടി, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 4:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 4:40 വരെ സമയമുണ്ട്. അതിനുള്ള സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്ത് അവിടെ ചെന്ന് ബോർഡ് ചെയ്യാം. മെൽബൺ ടു അഡിലേഡ് പിന്നെ വേറെ സെക്യൂരിറ്റി ചെക്ക് ഒന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണല്ലോ. ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്.
കറക്റ്റ് ജനലില്ലാത്ത സീറ്റൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടുന്ന് പുറത്തോട്ട് കാണാനും ഒന്നും സ്ഥലമില്ല. അടിപൊളി. കണ്ണടച്ചിരുന്ന് അതെ അവിടെ ചെന്നിട്ട് അടിയിലേട് കാണും. സർപ്രൈസാ, സസ്പെൻസ് ആയിട്ട് വെച്ചേക്ക് അടച്ച്. ഞങ്ങൾ ഇരുന്ന സൈഡിൽ ജനലില്ലെങ്കിലും തൊട്ട് മുന്നിലെ സീറ്റിന്റെ സൈഡിൽ ജനലുണ്ടായിട്ടോ. നമുക്ക് മൊബൈല് നീക്കി പിടിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ അഡിലേഡിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത് അഡിലേഡ് ടൈം 6 മണിയാണ് കേട്ടോ. അത് നാട്ടിലൊരു 2 മണി 2:30 കണ്ട് ആ സമയത്താണ് നമ്മളിവിടെ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അഡിലേഡിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇരുട്ടാവും കേട്ടോ. അതാണ് ഇവിടെ ഫുൾ ഇരുട്ടായി, ഫുൾ നമ്മുടെ സിറ്റിയാണ് ഈ കാണുന്നത്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ സിറ്റിയാണ് ഈ കാണുന്നത്. ഒരു ചെറിയ സിറ്റി ആണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. നമുക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അടുത്തടുത്ത് വരുന്നതാണ്. അഡിലേഡിലാണെങ്കിൽ നമ്മുടെ വിൻ്റർ തുടങ്ങാൻ പോവാണ്. അടുത്ത മാസം മുതൽ വിൻ്ററാണ്. അപ്പോൾ അതിൻ്റേതായ തണുപ്പ് തുടങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടം സീസണാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് വെയിലുള്ള സമയത്ത് നല്ല ചൂടുണ്ടെങ്കിലും സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 15-14 ഡിഗ്രി ഉണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്. ഇങ്ങനെ നമ്മുടെ അഡിലേഡിൽ വന്ന് ഇറങ്ങി കേട്ടോ. പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് വരും. ഇനി അവർക്ക് വേണ്ടി താഴെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഇവിടെ എന്തെങ്കിലും ചെക്കിങ് ഉണ്ടാവില്ലായിരിക്കും. ഡൊമസ്റ്റിക് ആണല്ലോ, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. വഴിയെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നീണ്ട യാത്ര കഴിഞ്ഞ് ബാഗൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി നേരെ ചെന്ന് Airbnb ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ പോയി ബാഗൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് നേരെ കയറി കിടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ നീണ്ട യാത്ര വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ അഡിലേഡിലേക്ക് വരാൻ ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയി കാണും എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇനി അഡിലേഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പയ്യെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡിലേഡിനെ കുറിച്ച് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങിട്ടോ. അതെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇവരുടെ കൂടെ നമ്മൾ പോവാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടിപൊളി റേറ്റുമായിട്ട് പിന്നെ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.